സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാ യജ്ഞേന കൽപതാ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ദിഗ്വിജയം എന്ന പരിപാടിയുടെ ഭാഗമായി ഇന്ന് നമ്മൾ സാധനാ പഞ്ചകത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നടത്താൻ പോകുന്നത്. ആദിശങ്കര ഭഗവത്പാദരാൽ വിരചിതമായ 5 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു വേദാന്ത പ്രകരണ ഗ്രന്ഥമാണ് സാധനാ പഞ്ചകം. ഈ സാധനാ പഞ്ചകത്തിന് സോപാന പഞ്ചകം എന്നും ഉപദേശ പഞ്ചരത്നം എന്നും ഒക്കെ പേരുണ്ട് എന്ന് നമ്മൾ പറയുകയുണ്ടായി. 5 ശ്ലോകങ്ങൾ അടങ്ങിയ ഈ ഗ്രന്ഥത്തില് ഓരോ ശ്ലോകത്തിലും 8 സാധനകൾ വീതം അടക്കം ചെയ്തിരിക്കുന്നു എന്നും മൊത്തത്തില് 40 സാധനകൾ ഒരു സാധകന് സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് പര്യാപ്തമായ രീതിയിൽ അടക്കം ചെയ്തിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ഇത്. ഈ സാധന പഞ്ചകം എന്നതിന്റെ ആമുഖ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രവണം ചെയ്തു. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം. ഒന്നാമത്തെ സാധന നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ചർച്ച ചെയ്തു. വേദോ നിത്യം അധീയതാം. നിത്യം വേദ അധീയതാം. ദിവസവും നിത്യവും വേദം അധ്യയനം ചെയ്യണം.
ഈ വേദം എന്ന് പറയുമ്പോൾ നമുക്കതിനെ വളരെ വിശദമായി കണ്ടു. ധർമ്മ അധർമ്മങ്ങളെ പ്രബോധിപ്പിക്കുന്ന ശ്രേഷ്ഠ ഗ്രന്ഥം, നമ്മളുടെ ജീവിതത്തിന്റെ മാനുവലാണ്. നമുക്കൊരു ഉപകരണം ലഭിച്ചിട്ടുണ്ട്, ശരീരമാകുന്ന ശ്രേഷ്ഠമായ ഉപകരണം. ഈ ശ്രേഷ്ഠ ജന്മത്തിൽ ഇതിനെ എങ്ങനെ വിനിയോഗിച്ച് മനുഷ്യ ജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യപ്രാപ്തി സാധ്യമാക്കുന്നതിന് ഉതകത്തക്ക തരത്തിൽ എങ്ങനെ ജീവിതം നയിക്കാം എന്ന് ഉപദേശിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വേദം. ആ വേദം അപൗരുഷേയമാണ്. അപ്പൊ ഈ വേദത്തിന് കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നു. ബ്രാഹ്മണം, സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നിങ്ങനെ 4 ഭാഗങ്ങളുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്നിങ്ങനെ പറയും. എന്തൊക്കെ പറഞ്ഞാലും വേദോക്തങ്ങളായ കർമ്മകാന്ഡ പ്രതിപാദിതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുമ്പോഴും അത് ഏതു വിധത്തിൽ അനുഷ്ഠിക്കണം, ഉപാസന എങ്ങനെ ധർമാനുസരണമായി ആചരിക്കണം, അനുഷ്ഠിക്കണം, എങ്ങനെ ജ്ഞാനം ആർജിക്കണം, അത് സ്വജീവിതത്തിൽ പകർത്തി ജ്ഞാനസ്വരൂപമായി സ്വയം പ്രശോഭിക്കണം എന്നൊക്കെ വിവരിച്ചു തരുന്ന നമ്മളുടെ ജീവിതത്തിന്റെ മാനുവലാണ് ഈ വേദം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. തതുദിതം കർമ്മസ്വനുഷ്ഠീയത. അപ്പോൾ ഈ വേദം നിത്യവും അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് ഏതാണ്ട് ബ്രഹ്മചര്യ കാലമാണ്. ഈ ബ്രഹ്മചര്യ കാലം ആദ്യത്തെ 25 വർഷം എടുത്തോളൂ. ആ 25 വർഷവും വേദം ഒരു ദിവസം പോലും മുടങ്ങാതെ സാങ്കോപാംഗം ഗ്രഹിച്ച് അനുഷ്ഠിക്കാൻ കഴിയാത്തവർ വേദസാരങ്ങളായ ശ്രീമദ് ഭഗവത്ഗീത, മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങള്, അല്ലെങ്കിൽ അഷ്ടാദശ മഹാപുരാണങ്ങള്, 18 മഹാപുരാണങ്ങള്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ വായിച്ച് വേദസാരം ഗ്രഹിച്ച് അത് ജീവിതത്തില് പ്രാവർത്തികമാക്കണം. അതിനു വേണ്ടിയിട്ട് വേദം നിത്യവും അധ്യയനം ചെയ്യണം. ഒന്നാമത്തെ സാധനയാണ്. സാധന എങ്ങനെ കൃത്യമായി അനുഷ്ഠിക്കണമെന്നും അതിന്റെ പ്രാധാന്യം എന്ത് എന്നും ആ ആവർത്തിച്ചുള്ള പ്രാക്ടീസ്, അഭ്യാസം എങ്ങനെ ഒരാളെ ആ സാധനയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിക്കും എന്നും നാം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ സാധന തതുദിതം കർമ്മസ്വനുഷ്ഠീയത. തതുദിതം അതിൽ പറയപ്പെട്ടതനുസരിച്ച് കർമ്മഹ സു അനുഷ്ഠീയതാം, സുഷ്ടും അനുഷ്ഠീയതാം, നല്ലവണ്ണം കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. ഇനി ഏത് കർമ്മം അനുഷ്ഠിച്ചാലും അത് സമർപ്പണ ബുദ്ധിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, വിധി പ്രകാരം ധർമാനുസൃതമായി അനുഷ്ഠിക്കേണ്ടതായിട്ട്. അതില് നിത്യ, നൈമിത്തിക, കാമ്യ, പ്രായച്ചിത്ത, നിഷിദ്ധ കർമ്മങ്ങളെ പറ്റിയും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോഴ് ഈ കർമ്മങ്ങളില് ഏത് കർമ്മം അനുഷ്ഠിച്ചാലും നമ്മൾ ഒരു കാലത്തും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കർമ്മങ്ങൾ, മനീഷികൾ പോലും ത്യജിക്കാൻ പാടില്ലാത്ത കർമ്മങ്ങളാണ് യജ്ഞം, ദാനം, തപസ്. യജ്ഞവും ദാനവും തപസ്സും എല്ലാവരും അനുഷ്ഠിച്ചിരിക്കണം. അപ്പൊ ഇത് എങ്ങനെ അനുഷ്ഠിക്കണം? അപ്പൊ വേദോക്തമായിരിക്കുന്ന കർമ്മങ്ങളെ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് ചോദിച്ചാല് ഏത് കർമ്മത്തിനും ഒരു പൂർവാംഗമുണ്ട്, മധ്യ കർമ്മഭാഗമുണ്ട്, ഉത്തരാംഗമുണ്ട്. ഉത്തരാംഗം എന്ന് പറയുന്നത് ഇപ്പൊ മന്ത്രഹീനം ആയ കർമ്മം, ദക്ഷിണാഹീനമായ കർമ്മം അത് ഫലിക്കില്ല എന്ന്. നമ്മൾ അന്നദാനം ചെയ്യണം, മന്ത്രോക്തമായിട്ട് ചെയ്യണം, ദക്ഷിണ സമർപ്പിക്കണം. അങ്ങനെ പൂർവാംഗം, ഉത്തരാംഗം ഇവയോട് ചേർന്ന് തന്നെ മധ്യകർമ്മത്തെ അനുഷ്ഠിക്കണമെന്ന് വിധിയുണ്ട്. അപ്പൊ വിധിയാം വണ്ണം തന്നെ കർമ്മത്തെ, വേദോക്തങ്ങളായ കർമ്മത്തെ അനുഷ്ഠിക്കണം. അപ്പൊ ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന നിത്യ നൈമിത്തിക കർമ്മങ്ങളെ നമ്മൾ വിവരിച്ചു. എങ്കിലും അതിനെ മറ്റൊരു തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് വിശകലനം ചെയ്യുമെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം, അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കർമ്മ സ്വനിഷ്ഠീയത
വണ്ണം എങ്ങനെ അനുഷ്ഠിക്കണം? പഞ്ചമഹായജ്ഞങ്ങളുടെ രൂപത്തില് അനുഷ്ഠിക്കണം. അപ്പം നിത്യവും വേദം അധ്യയനം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഒന്നാമത്തെ സാധനയാണ്. ഒരു ദിവസം പോലും ആധ്യാത്മിക ഗ്രന്ഥത്തിന്റെ പഠനം ഉപേക്ഷിക്കരുത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് കർമ്മങ്ങളെ അനുഷ്ഠിക്കണമെന്ന് പറയുമ്പോൾ പഞ്ചമഹായജ്ഞങ്ങള് എല്ലാ ഗൃഹസ്ഥരും അനുഷ്ഠിച്ചിരിക്കണം. ഇപ്പൊ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബ്രഹ്മചാരി പഞ്ചമഹായജ്ഞങ്ങളും യജ്ഞവും ദാനവും തപസ്സും ഒക്കെ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് വിധിയാവണ്ണം ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാല് അതിനനുസൃതമായി അനുഷ്ഠിക്കേണ്ടതായിട്ട്. പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാമത്തെ യജ്ഞം എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞമാണ്. ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് സ്വാധ്യായ പ്രവചനങ്ങളാണ്. സ്വാധ്യായം നടത്തണം, പ്രവചനം നടത്തണം. അല്ലാതെ ബ്രഹ്മയജ്ഞം പൂർത്തിയാകില്ല. അപ്പോഴ് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചാലും എല്ലാ ദിവസവും സ്വാധ്യായം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ യജ്ഞം എന്ന് പറയുന്നത് ദേവയജ്ഞം. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രകൃതി ശക്തികളാണ്. സൂര്യനും ചന്ദ്രനും വരുണനും അഗ്നിയും വായുവും ഒക്കെ നമുക്ക് ദേവന്മാരാണ്. ഈ ദേവന്മാരെ നന്ദിയോടുകൂടി പ്രണമിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആ അനുഗ്രഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിനെയും കലുഷിതമാക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കണം നാം ആചരിക്കേണ്ടത്. ഇപ്പൊ ദേവപൂജ എന്ന് പറയുമ്പോൾ വായുവിനെയും വരുണനെയും ആദിത്യനെയും ഒക്കെ നമ്മളില്ലെങ്കിലും അവയൊക്കെ നിലനിൽക്കും. പക്ഷേ ഈ പ്രകൃതി ശക്തികളായിരിക്കുന്ന ദേവതകളെ മുഴുവൻ, ഇനി ഏത് ദേവതയായാലും ആ ദേവതയുടെ പൂജനം കൃത്യമായിട്ട് മുടങ്ങാതെ നടത്തിയെങ്കിൽ മാത്രമേ നമ്മളുടെ നിലനിൽപ്പിന് സഹകാരിയായി നിൽക്കുന്ന ത്രിശരീരങ്ങളുടെ പ്രവർത്തനത്തിന് സഹകാരിയായി നിൽക്കുന്ന ജനന ജീവിത മരണങ്ങൾക്കിടയിലുള്ള സമയത്തും തുടർന്നും അനുകൂല സാഹചര്യങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ദേവതാഭാവത്തെ നമുക്ക് യാജ്ഞിക രൂപേണ പ്രണമിക്കേണ്ടതാണ്. ദേവയജ്ഞം ചെയ്യേണ്ടതായിട്ടുണ്ട്. ദേവയജ്ഞം കഴിഞ്ഞാല് പിതൃയജ്ഞം. പിതൃയജ്ഞം നമ്മളുടെ പിതൃക്കള്, പൂർവപിതാമഹന്മാര്, അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവര്, അത് മുതിർന്നവരായ എല്ലാവരെയും കൂട്ടി പിതൃസ്ഥാനീയരായിട്ടുള്ള എല്ലാവരെയും ദേവതുല്യം പൂജിച്ച് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബ്രഹ്മചാരിയെ ഉപദേശിച്ചാണ് ഉപനിഷത്ത് പറഞ്ഞയക്കുന്നത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, അല്ലേ? ധർമാത്മ പ്രമദിതവ്യം, ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും പ്രമാദം സംഭവിക്കരുത്. ഇവരെ ഒക്കെ ദേവതുല്യം കണ്ട് പൂജിക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ഒരു തരത്തിലും ഈ യജ്ഞത്തിൽ നിന്നും വിമുഖത കാട്ടിയുള്ളതായിരിക്കരുത്. അച്ഛനെയും അമ്മയെയും ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട ശുശ്രൂഷ, പരിചരണം, സ്നേഹം, സേവനം ഒക്കെ കൃത്യമായിട്ട് നിർവഹിക്കേണ്ടത് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമാണ്, കർമ്മമാണ്. അത് വേദവിഹിതമായിട്ടുള്ള, വേദോദിതമായിട്ടുള്ള കർമ്മമാണ്. അതനുസരിച്ച് പിതൃയജ്ഞവും നാം അനുഷ്ഠിക്കണം. പിന്നെ തർപ്പണാദി കർമ്മങ്ങളെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതെല്ലാം യഥോചിതം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നൃയജ്ഞം. നൃയജ്ഞം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ വേണ്ട വിധത്തിൽ സേവിക്കുക. നമ്മൾ ആർജിച്ചെടുക്കുന്ന ധനം, നമ്മൾ ആർജിച്ചെടുക്കുന്ന സമ്പത്ത് ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ സഹജീവികൾക്കായി, സഹോദരങ്ങൾക്കായി നാം സ്നേഹവും സേവനവും നിരുപാധികമായി തന്നെ പകർന്നു നൽകുന്നവരായി തീരണം. മറ്റുള്ളവരുടെ ദൈന്യതയെ
വ്യാധിയെ, പീഡയെ, ദാരിദ്ര്യത്തെ കാണാത്തവരായി നാം ഒരിക്കലും ജീവിക്കരുത്. നാം ആ യജ്ഞം അനുഷ്ഠിക്കുന്നവരായിരിക്കണം, നൃയജ്ഞം നിർവഹിക്കണം. സകല മനുഷ്യർക്കും ആവശ്യക്കാരെന്ന് കാണുന്നവർക്ക് വേണ്ട രീതിയില് നിർലോഭം നൃയജ്ഞം ചെയ്യാൻ നമുക്ക് ആന്തരികമായ നൈർമല്യം ഉണ്ടായിരിക്കണം. അവിടെയാണ് ധർമാനുഷ്ഠാനത്തിന്റെ ശോഭ അഭിവ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഭൂതയജ്ഞം, മറ്റ് പക്ഷി വൃക്ഷ മൃഗാദികൾക്കൊക്കെ നമ്മളുടെ സേവനം ആവശ്യമായിട്ടുണ്ട്. ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ പ്രകൃതി മുഴുവൻ സേവന മനോഭാവത്തിലാണ്. യാതൊരുവിധ ലാഭേച്ഛയുമില്ലാതെ സ്വാർത്ഥതയുമില്ലാതെ സർവതും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാരുണ്യത്തെ പ്രണമിച്ചുകൊണ്ട് യജ്ഞഭാവത്തില് പ്രകൃതിയെ സേവിക്കുന്നതിന് നമുക്ക് കഴിയണം. അങ്ങനെ നാം പഞ്ചമഹായജ്ഞങ്ങളെ യഥോചിതം അനുഷ്ഠിക്കണം. ഇനി ആര് തന്നെയായാലും യജ്ഞവും ദാനവും തപസ്സും ഒരു കാലത്തും ഉപേക്ഷിക്കുകയും അരുത്. അത് ഞാൻ യജ്ഞം ചെയ്യുന്നു, ഞാൻ ദാനം ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലും ആകരുത്. കർത്തൃത്വ ഭാവനയില്ലാതെ, ഫലകാമനയില്ലാതെ, അതായത് കർത്തൃത്വം, ഫലേച്ഛ ഇവയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം യജ്ഞവും ദാനവും തപസ്സും ചെയ്യേണ്ടത്. അപ്പം നിത്യവും വേദം അഭ്യസിക്കുക, വേദസാരം ഗ്രഹിക്കുക, അതനുസരിച്ച് തദുദിതം കർമ്മസ്വനുഷ്ഠീയതാ തേനേശസ്യ വിധീയതാം അപചിതി തേന 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 കർമ്മണ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കർമ്മങ്ങളാൽ, ഇപ്പൊ പറഞ്ഞ കുറെ കർമ്മങ്ങളുണ്ട്, നമ്മളുടെ ജീവിതമുണ്ട്. ആ ജീവിതത്തില് മനസാ വാച കർമ്മണ നമ്മള് പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചലനത്തിലാണ്. ആ ചലനത്തില് ഏർപ്പെട്ടിരിക്കുന്ന നാം ഈശസ്യ അപചിതി വിധീയത. അപചിതി എന്ന് പറഞ്ഞാല് ഈശസ്യ, ഈശ്വരന്റെ പൂജയായിട്ട് വേണം നാം ഇതിനെ മുഴുവൻ അനുഷ്ഠിക്കേണ്ടത്. എന്തുകൊണ്ട്? നാം ഒരു കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം ബ്രഹ്മമാണ്. ഈശാവാസ്യമിതം സർവം, സർവം ബ്രഹ്മ ഖലു. അങ്ങനെയെങ്കില് എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും എല്ലാം ആ ഈശ്വരനുള്ള പൂജയായിട്ട് ഞാൻ ചെയ്യും എന്ന് ഉറപ്പിക്കണം. ഇത് നമ്മൾ പറഞ്ഞു സോപാന പഞ്ചകം എന്നുള്ള രീതിയിലാണ് ഈ ഗ്രന്ഥത്തെ ആചാര്യശ്രേഷ്ഠൻ അവതരിപ്പിച്ചിരിക്കുന്നത്. സോപാനം എന്ന് പറഞ്ഞാല് ചവിട്ടുപടി. അപ്പൊ ഒന്നാമത്തെ പടിയിൽ ചവിട്ടിയതിന് ശേഷമാണ് രണ്ടാമത്തെ പടിയിലേക്ക് കയറുന്നത്. രണ്ടാമത്തെ പടിയിൽ കയറി കഴിയുമ്പോൾ മൂന്നാമത്തെ പടിയിലേക്ക് കയറും. അങ്ങനെ പടിപടിയായി ആ ആത്മസത്യത്തിലേക്കുള്ള ഉയർച്ച നമ്മൾ സ്വയം സാധ്യമാക്കിയെടുക്കുകയാണ്. അപ്പൊ രണ്ടാമത്തേത് പറഞ്ഞു, അതനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇനി ആ കർമ്മങ്ങൾ എങ്ങനെയാണ്? തേന കർമ്മണ, ആ കർമ്മങ്ങൾ ഈശസ്യ അപചിതിഹി വിധീയത, ഈശ്വരന് പൂജയായിട്ട് ചെയ്യണം. കാരണം നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിനൊരു മുഖ്യ ഫലമുണ്ട്. ഇപ്പോഴ് വേദോക്തങ്ങളായ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ അതിന് ദൃഷ്ടവും അദൃഷ്ടവുമായ ഫലമുണ്ട്. അദൃഷ്ട ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോഴ് ഇപ്പൊ പുത്രകാമേഷ്ടി യാഗത്തില് നമ്മൾ നടത്തുമ്പോൾ അതിന് ഫലം ഉണ്ടാകും. ഫലം ആ മന്ത്രത്തിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്, ഗുപ്തമായിരിക്കുകയാണ്, ഗോപ്യമായിരിക്കുകയാണ്. ഓരോ മന്ത്രത്തിനും അതിനനുസൃതമായ ഫലമുണ്ട്. അപ്പൊ അഗ്നയെ സ്വാഹ എന്ന് പറഞ്ഞ അഗ്നിയിലേക്ക് നമ്മൾ ഹോമിക്കുമ്പോൾ അതെങ്ങനെ ഫലം വരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഫലം അദൃഷ്ടമാണ്, ഗുപ്തമാണ്, ഗോപ്യമാണ്, രഹസ്യമാണ്. കുറച്ചുകൂടി അതങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. എന്നാൽ അതായത് മുഖ്യഫലം എന്ന് പറഞ്ഞാല് ഇഹലോകത്തിൽ ലഭിക്കുന്ന ഫലം അല്ലെങ്കിൽ പരലോകത്തിൽ ലഭിക്കുന്ന ഫലം ഒരു മുഖ്യ ഫലമായിരുന്നു. ഇപ്പൊ നമ്മള് സ്വർഗകാമേഷ്ടി യാഗം ചെയ്താല് സ്വർഗപ്രാപ്തി ലഭിക്കും. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ധർമ്മകർമ്മങ്ങൾ ചെയ്ത് പുണ്യം ആർജിച്ചെടുത്താല് നമുക്ക് സ്വർഗം ലഭിക്കും. ഈ സ്വർഗം ലഭിച്ചാലുള്ള പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം.
സ്വർഗം ലഭിച്ചാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നല്ല പോലെ ഉണ്ട്, പുണ്യത്തിന്റെ അക്കൗണ്ട് വളരെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഈ പുണ്യത്തിൽ ലഭിച്ച അക്കൗണ്ട് മുഴുവൻ വീണ്ടും ധനം ആർജിക്കാൻ അവിടെ പറ്റില്ല. സ്വർഗത്തില് അനുഭവിച്ച് തീർക്കാം, അനുഭവിച്ച് ഈ അക്കൗണ്ട് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാനേ പറ്റൂ, വീണ്ടും ആർജിക്കാൻ പറ്റില്ല. യൂട്ടിലൈസ് ചെയ്ത് ഫണ്ട് എക്സോസ്റ്റ് ആയി പോയാ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, വീണ്ടും മർത്യലോകത്ത് വന്ന് എങ്ങനെയാണോ കർമ്മഫലം ഇരിക്കുന്നത് അതനുസരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ കർമ്മം ഏത് രീതിയിൽ അനുഷ്ഠിക്കണം, എന്തിനു വേണ്ടി അനുഷ്ഠിക്കണം എന്ന് നമുക്ക് ശ്രദ്ധയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് വേദം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഏതിനു വേണ്ടിയാണ് നമ്മൾ സാധന ചെയ്യേണ്ടത്? അതായത് പരമസത്യത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതായത് ചിത്തസ്യ ശുദ്ധയെ കർമ്മ, സകല കർമ്മങ്ങളും ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കും. കർമ്മങ്ങളില് കർത്തൃത്വം ചേർത്ത് വെക്കാതിരിക്കണം, കർമ്മങ്ങളിൽ രാഗദ്വേഷാദികള് കലരാതിരിക്കണം. കാരണം എവിടെവിടെ കർമ്മമുണ്ടോ അവിടെ കർത്താവുണ്ട്, എവിടെവിടെ കർത്താവുണ്ടോ കർമ്മമുണ്ടോ അവിടെ കർമ്മഫലവും ഉണ്ട്. ഈ കർമ്മഫലം എന്ന് പറയുമ്പോൾ അത് പുണ്യത്തിന്റെയും പാപത്തിന്റെയും രൂപത്തിൽ ചേർന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഞാൻ കായേന വാചാ മനസാ എന്ത് ചെയ്താലും അത് നാരായണന് സമർപ്പിക്കുന്നതായിട്ട്, അദൃശ്യവും അരൂപവും അഖണ്ഡവും അദ്വയവുമായിരിക്കുന്ന ബോധസത്തയുടെ വൈഭവത്താലാണ് ഈ ശരീരം നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഇതെല്ലാം ഈശ്വരന്റെ കാരുണ്യമാണ്. ആ കാരുണ്യമായി ലഭിച്ചിരിക്കുന്ന ഈ ശരീരത്തെ ഈശ്വരന് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശ്വര ചൈതന്യത്തിന്റെ പ്രാഭവത്തിൽ ചലിക്കുന്ന ഓരോ ശരീരത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട്, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സകലതും ആ ചേതനയുടെ വൈഭവത്താൽ പ്രകാശപൂരിതമായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ സമർപ്പിക്കുക. അതുകൊണ്ടാണ് സകല കർമ്മങ്ങളും സത്കർമ്മങ്ങളായി ഈശ്വര പൂജയായിരിക്കണമേ എന്ന ഒരു ഹൃദയംഗമമായ പ്രാർത്ഥന എഴുന്നേൽക്കുമ്പോൾ മുതൽ തുടങ്ങി ശ്രദ്ധ ആ അന്തരാത്മാവായിരിക്കുന്ന ആത്മചേതനയുടെ വ്യാപകത്വത്തില് നിർത്തിയതിനു ശേഷം സകല ചരാചരങ്ങളെയും ഈശ്വരനായി കണ്ടുകൊണ്ട് മനസാ വാചാ കർമ്മണ ഈശ്വര പൂജയായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് പറഞ്ഞത്. തേന ഈശസ്യ അപചിതിഹി വിധീയത. അപചിതി എന്ന് പറഞ്ഞ പൂജ, ഈശ്വര പൂജയായി ഈശ്വരന്റെ, ഈശ്വരന്റെ അപചിതിഹി വിധീയത. ആ കർമ്മങ്ങളെല്ലാം ഈശ്വരന്റെ പൂജയായി തന്നെ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ സാധന കാമ്യേ മതിസ്ത്യജ്യത. കാമ്യേ കർമ്മണി ബുദ്ധിഹി ത്യജ്യത. കാമ്യ കർമ്മങ്ങളിലേക്ക് ബുദ്ധി പോകരുത്. കാരണം കാമ്യ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് അവിടെ സ്വാർത്ഥ വാഞ്ചയുണ്ട്. ചിലപ്പോ ഒരുപക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിനെ ഉണ്ടാക്കുന്നതായിരിക്കില്ല, എങ്കിൽ പോലും സ്വാർത്ഥ വാഞ്ച കലരുന്ന കർമ്മങ്ങളിൽ പാപം കൂടിയിരിക്കും. വലിയ ഗൃഹം വേണം, അത് വലിയതായ കാര്യങ്ങൾ, അങ്ങനെ പലതരത്തില് സ്വാർത്ഥപരമായിട്ട് കർമ്മങ്ങൾ വരുമ്പോൾ അത് നമ്മളുടെ ദാനത്തില് ലോഭം വരുത്തും. മാത്രവുമല്ല അവിടെ നമുക്ക് കാമിനി, കാഞ്ചനം, കീർത്തി ഇവയൊക്കെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്ന കാമ്യങ്ങള്. കാമിനി, കാഞ്ചനം, കീർത്തി ഇവയിലൊക്കെ നമ്മളുടെ ബുദ്ധി ചെന്ന് കെട്ടുപിണഞ്ഞു പോയാല് ഒരു തരത്തിലും ബുദ്ധി നിർമ്മലമായി തീരത്തില്ല, അത് കലുഷിതമായിരിക്കും. കാരണം അത് നേടിയെടുക്കണം എന്നുള്ള ശ്രദ്ധ വന്നു കഴിഞ്ഞാല് അത് സാധ്യമായില്ല എങ്കില് ക്രോധവും
ആ കാമം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മം നിരന്തരം തുടരുകയും ആ തുടരുന്ന കർമ്മങ്ങളിൽ നിന്നും വാസന ഉദയമാവുകയും ആ വാസനയോട് ചേർന്ന് രാഗദ്വേഷാദി കർമ്മങ്ങൾ ഉണ്ടാകുകയും ആ കർമ്മങ്ങളിൽ നിന്ന് ജന്മവും ജരയും മരണവും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതായത് കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥപരമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കാമ്യകർമ്മം. ഇപ്പൊ നമ്മൾ സ്വാർത്ഥപരമായി ചെയ്യുക എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമി ചെയ്യുന്ന കർമ്മങ്ങളില് തനിക്കും തൻ്റേതുകൾക്കും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റു കർമ്മങ്ങളും നാം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ആശ കൂടും. ഒരു കർമ്മത്തിൽ ഇച്ഛ വന്നു കഴിഞ്ഞാല് ആ കർമ്മം തന്നെ വീണ്ടും നമുക്ക് ചെയ്യണമെന്ന് തോന്നും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാല് നമുക്ക് ഒരു പ്രത്യേക ആഗ്രഹം വന്നു കഴിഞ്ഞു. അതായത് എന്നും നമുക്ക് ചായ കുടിക്കണം എന്ന് തോന്നിയാല് ആ ചായ തന്റെ കാമ്യകർമ്മമായി മാറുകയും ആ കാമ്യകർമ്മത്തില് 5 ദിവസം കുടിച്ചു കഴിയുമ്പോൾ 6ാമത്തെ ദിവസം അതൊരു വാസനയായി മാറുകയും ആ വാസന നമ്മളുടെ വീണ്ടുമുള്ള തുടർച്ചയായ ജന്മത്തിനും ജരയ്ക്കും മരണത്തിനും ഒക്കെ കാരണമായി തീരും. അങ്ങനെ ജന്മ ജരാ മരണാദികളിൽ തുടരുന്നതിന് ഈ അജ്ഞാനത്തിൽ നിന്നും ഉദയമാകുന്ന കാമ്യകർമ്മം കാരണമായി തീരും. കാമ്യം എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് തനിക്കൊരു താല്പര്യം വരും. ഇതെനിക്ക് ഇങ്ങനെ വേണം, ഇതെനിക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കണം, എനിക്ക് കീർത്തി വേണം, അതിൽ അഡിക്റ്റ് ആവും, അങ്ങനെ മനസ്സിന് അടിമയാവും. ഈ ആഗ്രഹം നമ്മൾ എന്ന് പിൻവലിക്കുന്നില്ലയോ അതുവരെ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപമോ നമ്മളുടെ സ്വരൂപമോ വേദ പ്രോക്തങ്ങളായ ഉപദേശ സാരമോ മനസ്സിലായിട്ടില്ല എന്നർത്ഥം. കാരണം ഈ പ്രപഞ്ചത്തിൽ നിന്നും സുഖം നമ്മിലേക്ക് വരുന്നില്ല എന്ന പ്രധാനമായ ഒരു സത്യത്തെ നാം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിട്ടുണ്ടായെങ്കിൽ നമ്മള് ഈ പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി സ്വാംശീകരിക്കുന്നതിനുള്ള കാമ്യബുദ്ധി തുടർന്നും നിലനിർത്തില്ല. ഇത് നമ്മൾ ഇപ്പോൾ ആരംഭിച്ചില്ല എങ്കിൽ, ഇത് ശ്രദ്ധിച്ചു മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം. ഓരോ ദിവസവും ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക, യൗവനം ക്ഷയിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ആശകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭജഗോവിന്ദത്തിൽ പറയും അംഗങ്കലിതം കലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത ദണ്ഡം തദപിന മുഞ്ചത്യാശാവിണ്ടം. ശരീരമൊക്കെ ചുക്കിച്ചൊളിഞ്ഞ് നടക്കാൻ വയ്യാതായി, തലമുടിയൊക്കെ വെളുത്ത്, പിന്നെയോ വായിൽ പല്ലൊന്നും ഇല്ല, എന്നിട്ട് വടിയും കുത്തി വേച്ചാണ് നടത്തം. എന്നിട്ടും ആശയ്ക്കൊരു കുറവും ഇല്ല. ഇങ്ങനെ ആശ വർദ്ധിച്ചു വരുംതോറും ദുഃഖം വർദ്ധിച്ചു വരും. യഥാർത്ഥത്തിൽ ഇങ്ങനെ വിഷയങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് കൊണ്ട്, ബുദ്ധിയെ നിലനിർത്തുന്നത് കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് നിത്യമായ ആനന്ദം, ശാശ്വതമായ ശാന്തി ലഭിക്കുകയില്ല. അതുകൊണ്ട് വിഷയങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം. മരീചികയ്ക്കലനുരപത കണ്ടാൽ, മരീചികയ്ക്കലനുരപത കണ്ടാൽ മരുകമടക്കുന്നോ ദാഹം. മരീചികയ്ക്കലനുരപത കണ്ടാൽ മരുകമടക്കുന്നോ ദാഹം. മായാമോഹിതനെന്നും നാനാ ഭോഗം തേടി നടക്കുന്നു. മായാമോഹിതനെന്നും നാനാ ഭോഗം തേടി നടക്കുന്നു. മരുമരീചികയ്ക്ക് കാനൽ ജലത്തിന് അലയും നുരയും പതയും ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മാൻപേട മരുഭൂമിയില് അവിടെ വെള്ളമുണ്ട് എന്ന് വിചാരിച്ച് ഓടി അവിടെ എത്തുമ്പോൾ അവിടെ വെള്ളം കാണില്ല. അവിടെ നിന്നും വീണ്ടും തൊട്ടടുത്തുണ്ട് എന്ന് വിചാരിച്ചു വീണ്ടും അവിടേക്ക് പായും. അവിടെ ചെല്ലുമ്പോൾ അവിടെയും വെള്ളം കിട്ടില്ല. വീണ്ടും മുമ്പിലോട്ട് നോക്കുമ്പോൾ അതാ അവിടെ ജലമുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ജലം
കുടിച്ച് ദാഹമകറ്റുന്നതിന് വേണ്ടി പായുന്ന ഒരു മാൻപേടയെ പോലെ മനുഷ്യൻ വിഷയഭോഗങ്ങൾ ഭുജിച്ച് സുഖം കണ്ടെത്താം എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പായുകയാണ്. വിഷയങ്ങളിൽ നിന്നും സുഖം നമ്മിലേക്ക് വരുന്നതേ ഇല്ല. കാമ്യേ മതിത്യജ്യതാം. അതുകൊണ്ട് ഈ കാമ്യങ്ങളിൽ നിന്നും ബുദ്ധിയെ പിൻവലിപ്പിക്കണം. എന്നിട്ട് എവിടെ വെക്കണം എന്ന് പറയും. ബുദ്ധി ഒരിക്കലും ഈ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകരുത്, ഒരിക്കലും സുഖിപ്പിക്കില്ല. നമ്മൾ തുടർന്നുള്ള ആ സാധനയില് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ അത് വിശദീകരിക്കാത്തത്. പാപൗഘ പരിധൂയതാ. പാപ ഓഘഃ, ഓഘം എന്ന് പറഞ്ഞ കൂട്ടം, പാപത്തിന്റെ കൂട്ടങ്ങളെ പരിധൂയതാം, അതിനെ വിമലീകരിക്കണം, കഴുകിക്കളയണം, പ്രക്ഷാളനം ചെയ്ത് കളയണം. എത്രയൊക്കെ പാപം ഉണ്ടോ ഇനി പാപം വരരുത്. ഈ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചിന്തിച്ചാല്, നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തൃപ്തി കിട്ടുന്നു എങ്കിൽ അത് പുണ്യകർമ്മമാണ്, പാപകർമ്മമല്ല. ആ കർമ്മം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ അത് പാപകർമ്മമാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അശ്രദ്ധ പരമം പാപം. അശ്രദ്ധ, ഗുരുവാക്യത്തിലും ശാസ്ത്രത്തിലും വിശ്വാസമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ സ്വാർത്ഥതയാൽ ചെയ്യുന്ന കർമ്മം പാപമാണ്. നമ്മളുടെ ചിന്തകൾക്ക് മുന്നേ, സകല ചിന്തകൾക്കും ആദിയായി ഉള്ള ചിന്ത ഞാനെന്ന ചിന്തയാണ്. ഞാനെന്ന ചിന്തയ്ക്കും മുമ്പേ ചിന്തയില്ലാതെ ഒരു അദ്വയ സത്ത, സച്ചിദാനന്ദ ബോധം സർവത്ര പൂർണ്ണമായി വിരാജിക്കുന്നുണ്ട്. ആ സർവത്ര നിറഞ്ഞു വിളങ്ങുന്ന അദ്വയ ചൈതന്യത്തിന്റെ വൈഭവത്താലാണ് ഞാനെന്ന ബോധോദയമാകുന്നത്. ആ ഞാനെന്ന ബോധത്തിന്റെ പ്രതിബിംബിത ചൈതന്യമാണ് ഞാനെന്ന ജീവൻ. ഈ ഞാനെന്ന ജീവൻ ദേഹബദ്ധനായി കഴിയുമ്പോഴാണ് രാഗദ്വേഷാദികൾ ഉദിക്കുന്നത്. രാഗദ്വേഷാദികൾ കലരുന്ന കർമ്മങ്ങളെല്ലാം പാപകർമ്മങ്ങൾ. ഇത് എന്തുകൊണ്ട് ചെയ്തു പോകുന്നു എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവിനോട് അർജുനനും ചോദിക്കുന്നുണ്ട്. അധക്കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിതഃ. 3-ാം അധ്യായത്തിൽ ചോദിക്കുന്നു. അനിച്ഛന്നഭിവാർഷ്ണേയ, സ്വന്തം ഇച്ഛ കൊണ്ടല്ല, പക്ഷേ ഇഷ്ടപ്പെടാതെ തന്നെ ഓരോരുത്തരും പാപം ചെയ്തു പോകുന്നു. അതിന്റെ കാരണമെന്ത്? കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. കാമവും ക്രോധവുമാണ് ഈ മഹത്തായ പാപത്തെ ചെയ്യിപ്പിക്കുന്നതിന് കാരണമായി. എവിടെവിടെ കാമമുണ്ടോ ആ കാമത്തിനനുസരിച്ച് കർമ്മം ചെയ്യാൻ ഒരുമ്പിടുമ്പോൾ ആ കർമ്മം രാഗദ്വേഷങ്ങളോട് കൂടിയതായി തീരുന്നു. മത്സരം, ചിത്തമലങ്ങൾ വർദ്ധിക്കുന്നു. ചിത്തമലങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ കർമ്മം പാപഭംഗിലമായി ഭവിക്കുന്നു. അതുകൊണ്ട് കാമവും ക്രോധവുമാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പാപത്തിലേക്ക്, നരകത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് കാമ്യേ മതിത്യജ്യതാം എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ ഈ പാപത്തെ നമുക്ക് ഒഴിവാക്കാം എന്ന് ചോദിച്ചാല്, നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം കർമ്മയോഗമായിരിക്കും. ശ്രീമദ് ഭഗവത്ഗീതയില് ഭഗവാൻ ഉദ്ബോധിപ്പിച്ചിരിക്കുന്ന കർമ്മയോഗ രീതിയില് കേവലം കർമാനുഷ്ഠാനം നടത്തണം, കർമ്മഫല വാഞ്ചയുണ്ടാകരുത്. ഈശ്വരന്റെ പൂജയായിട്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. യാതൊരു കാമനയും ഇല്ലാതെ കർമ്മം ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകും. കർമ്മം ചെയ്തുകൊള്ളൂ, സ്വാർത്ഥതയെ മാറ്റി നിർത്തൂ, സർവ പ്രയോജനകരമായി ഭവിക്കണമേ എന്നൊരു ശ്രദ്ധ കൊണ്ടുവരൂ. ഇത് കൊണ്ടുവന്നില്ല എങ്കിൽ എന്താണ് പ്രശ്നമെന്ന് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് ഭക്ഷിക്കും തോറും, നമ്മൾ ഈ പാപം ഭുജിക്കും തോറും അത് കൂടിക്കൂടിയേ വരും. അത് നമ്മളുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും നമ്മളൊന്ന് നിരീക്ഷിച്ചു നോക്കണം.
നമ്മളുടെ ചിന്ത മലിനമാണ് എങ്കിൽ വാക്ക് മലിനമായിരിക്കും. വാക്ക് മലിനമാണ് എങ്കിൽ, കലുഷിതമാണ് എങ്കിൽ കർമ്മങ്ങൾ കലുഷിതമായിരിക്കും. അതുകൊണ്ട് ചിന്തകളെ സസൂക്ഷ്മം നിരീക്ഷിക്കണം. ഏത് തരത്തിലാണ് താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി താൻ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ പാപാർജനമാണ്. ഈ പാപത്തിന്റെ ഫലം നമുക്ക് ഭുജിക്കേണ്ടി വരും. അതുകൊണ്ട് സ്വാർത്ഥത എപ്പോൾ വരുന്നുവോ അപ്പോൾ ചിന്തകൾ മുഴുവൻ കലുഷിതമായി തീരുന്നതിനാൽ ചിത്തശുദ്ധിക്ക് ഉതകത്തക്ക തരത്തില് ചിന്തകളെ മാറ്റണം. അതിനനുസരിച്ച് വികാരങ്ങളെ വിമലീകരിക്കണം. ഭാവനയിൽ മുഴുവൻ ദൈവീകത നിറച്ചു വെൽക്കണം. വാക്കുകൾ പരപ്രയോജനകരങ്ങളായി ഭവിക്കണം എന്നുള്ള ശ്രദ്ധ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. കർമ്മങ്ങളിൽ നിർലോഭമായ സ്നേഹത്തെ ചേർത്ത് വെക്കണം. ഇങ്ങനെ ചിന്തയും വാക്കും പ്രവൃത്തിയും നമ്മൾ ദൈവീകമായ തേജസ് കൊണ്ട് നിറച്ചു കഴിയുമ്പോൾ അവ പുണ്യാർജനത്തിന്റെ, പാപമാകുന്ന അന്ധകാരത്തെ അകറ്റി പുണ്യമാകുന്ന പ്രകാശത്തെ നിറയ്ക്കുന്നതിന് സഹായകമായിരിക്കും. അതായത് നമ്മളുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ ബോധപൂർവം നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സാധനയാണ്. ചിന്തകളെ നിരീക്ഷിച്ചിട്ട്, ദിവസവും ചിന്തകളെ നിരീക്ഷിച്ചിട്ട് ആ നിരീക്ഷിക്കപ്പെടുന്ന ചിന്തകൾ ഒരു തരത്തിൽ നമുക്കും അന്യനും ദോഷത്തെ ചെയ്യുന്നതാണ് എന്നുണ്ട് എങ്കിൽ ആ ചിന്തകളെ നാം നിർബന്ധപൂർവം ഡിലീറ്റ് ചെയ്യണം. തസ്ഥാനത്ത് ദൈവീകമായ ഉദാത്തങ്ങളായ ഉത്കൃഷ്ടങ്ങളായ വേദപ്രതിപാദിതങ്ങളായ മഹത് തത്വങ്ങളെ, ദാർശനിക രത്നങ്ങളെ ചേർത്തു വെച്ചുകൊണ്ട് നമ്മളുടെ അന്തരംഗത്തെ വിമലീകരിക്കണം. അതിനനുസരിച്ചുള്ള കർമാനുഷ്ഠാനമാണ് താൻ നിർവഹിക്കുന്നത് എന്ന് താൻ ഉറപ്പാക്കണം. അപ്പോൾ മാത്രമേ പാപൗഘ പരിധൂയതാം, ഈ പാപത്തിന്റെ കൂട്ടത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് സർവ കർമ്മങ്ങളും ജ്ഞാനത്താലാണ് ഇല്ലാതാകുന്നത്. ആ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് ഉയരണമെങ്കിൽ അനുനിമിഷം ഇത് അനുസന്ധാനം ചെയ്യണം. ആത്മാനുസന്ധാനത്താല്, ഭക്തിയാല്, ഉപാസനയാല്, കർമ്മയോഗത്താല് നമ്മളുടെ ശ്രദ്ധയെ കർമ്മങ്ങളിൽ നിർത്തി നമ്മളുടെ ഉള്ളിലെ അഴുക്കിനെ മുഴുവൻ പൂർണ്ണമായിട്ട് അകറ്റണം. അതെങ്ങനെയെന്ന് ചോദിച്ചാല്, നമ്മളുടെ ഉള്ളിൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പലതരത്തിലുള്ള ചിന്തകളുടെയും അനുഭവങ്ങളുടെയും റെമനൻസ്, ബാക്കി ശേഷിപ്പുകള് കാണും ഉള്ളില്. അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അത് നമ്മളെ പലരും പലതരത്തില് വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം. പലതരത്തില് നമുക്ക് പ്രതികൂലങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായെന്നിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളില് എങ്ങനെ നമുക്ക് നമ്മളെ ശ്രദ്ധയോടെ ഉയർത്താമെന്ന് ചിന്തിച്ചാല് ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരു മുതലാളിക്ക് ഒരു കഴുതയുണ്ടായിരുന്നു. മുതലാളിയുടെ കഴുത ഒരു പൊട്ടക്കിണറ്റിൽ വീണു. മുതലാളിയുടെ കഴുത പൊട്ടക്കിണറ്റിൽ വീണപ്പോഴ് മുതലാളി മറ്റു തൊഴിലാളികളോട് വിളിച്ചു പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ കഴുതയെ പുറത്തെടുക്കുക. പൊട്ടക്കിണറ്റിൽ നിന്നും കഴുതയെ പുറത്തെടുക്കുന്നതിന് വേണ്ടി അവര് വേണ്ടുവോളം പ്രയത്നിച്ചു. കഠിനാധ്വാനത്തിന് ശേഷവും ഈ കഴുതയെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം അവർ മുതലാളിയെ അറിയിച്ചു. അദ്ദേഹം ഒരു ദയാഹീനനും ഒരു ലുബ്ധനും ഒക്കെ ആയിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ചപ്പിയറുവേറുകളെല്ലാം കൂടെ വാരിയിട്ട് മണ്ണിട്ട് ആ കുഴി, പൊട്ടക്കിണറങ്ങ് മൂടിയേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ തൊഴിലാളികൾ എന്ന് പൊട്ടക്കിണർ മൂടുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ചവറുകളും മണ്ണും ഒക്കെ ഈ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. കഴുത നോക്കിയപ്പോൾ ഓരോ പ്രാവശ്യവും തന്റെ തലയിലേക്ക് ചപ്പിയവറുകളും മണ്ണും ഒക്കെ വന്ന് വീഴുന്നു. അത് കുടഞ്ഞു കളഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് കഴുത കയറി നിന്നു. ഓരോ പ്രാവശ്യവും വീഴുമ്പോൾ ഇങ്ങനെ തന്റെ തലയിൽ വീഴുന്ന, ദേഹത്ത് വീഴുന്ന ഈ മണ്ണും ചപ്പിയവറുകളും കുടഞ്ഞു കളഞ്ഞ് അതിന്റെ മുകളിലേക്ക് കയറി നിന്ന് അങ്ങനെ കഴുത മുകളിലെത്തി. അവർക്ക് അത്ഭുതം തോന്നി. അവര് മുതലാളിയോട് എന്ന് പറഞ്ഞു, കഴുത പുറത്തെത്തി കഴിഞ്ഞു.
ഉടനെ മുതലാളി പറയുകയാണ്, ഈ കഴുതയുടെ ബുദ്ധി പോലും എനിക്കില്ലല്ലോ. കാരണം എന്തെന്ന് ചോദിച്ചാല്, ഇതുപോലെയാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ വികാരങ്ങളാൽ പ്രക്ഷുബ്ധമാകുമ്പോൾ, മറ്റുള്ളവരുടെ വാക്കുകൾ എന്നെ മുറിവേൽപ്പിക്കുമ്പോൾ, സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമാകുമ്പോൾ, ഇവയൊക്കെ ഈ കഴുതയെ പോലെ കുടഞ്ഞു കളഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ ഏത് പ്രവൃത്തിയും ലക്ഷ്യം വിസ്മരിക്കാതെ ആകണം. ചുറ്റുപാടുകൾ നമ്മെ വളരെയധികം സ്വാധീനിക്കരുത്. മറ്റുള്ളവരുടെ വാക്കുകളും പൂർവജന്മ വാസനകളും ജീവിത അനുഭവങ്ങളും നമ്മെ തളർത്തിക്കളയരുത്. ലക്ഷ്യ അവബോധത്തോടു കൂടി എങ്ങനെ മുന്നേറാം എന്നുള്ള ശ്രദ്ധ നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മളുടെ ലക്ഷ്യം സത്യത്തിൽ അഭിന്നമായി അഭേദമായി ഒന്നായി തീരുക എന്നുള്ളതാണ്. കർമ്മ അനുഷ്ഠാനത്തില് കർത്തൃത്വം നഷ്ടമായാല് കർമ്മം ശേഷിക്കുന്നില്ല. അവിടെ അകർമ്മ സ്വരൂപമായിരിക്കുന്ന ആ ആദ്യന്തരഹിതമായിരിക്കുന്ന പൂർണ്ണ നിശ്ചലത അവബോധമായി ഉണ്മയായി ആനന്ദമായി പ്രശോഭിക്കുകയാണ്. ആ സ്വരൂപത്തിലേക്ക് ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ അന്തരംഗത്തെ വിമലീകരിക്കുന്നതിന് സർവ പാപങ്ങളെയും നാം പ്രക്ഷാളനം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കർമാനുഷ്ഠാന വേളയില് കർമ്മണഃ പൂർവം ആത്മാ ഏവ വിദ്യതേ. ചിന്തിക്കുന്നതിന് മുമ്പേ ചിന്തയെ പ്രകാശിപ്പിക്കുന്നത് ആത്മാവാണ്. ചിന്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആത്മാവാണ്. എന്റെ ചിന്തയിൽ ഭാസിച്ചിടുന്നതാ അന്തമറ്റ പ്രകാശ സ്വരൂപമേ, നിന്തിരൂരുവാകുന്നു ലോകമെന്നന്തരംഗത്തിൽ മായാതെ തോന്നണം. എന്റെ ചിന്തയിൽ ഭാസിച്ചിടുന്നതാ അന്തമറ്റ പ്രകാശ സ്വരൂപമേ, നിന്തിരൂരുവാകുന്നു ലോകമെന്ന് അന്തരംഗത്തിൽ മായാതെ തോന്നണം. ആ പ്രകാശം തന്നെയാണ് ചിന്തയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ പ്രകാശം തന്നെയാണ് ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ പ്രകാശം തന്നെയാണ് സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ആ പ്രകാശം മാത്രമേ ഉള്ളൂ അദ്വയമായിരിക്കുന്ന ആ അപരിമേയ ശോഭയിൽ അഭിന്നമായി തീരുന്നതിനുള്ള ശ്രദ്ധ ഒരാൾക്ക് വരുമ്പോൾ പാപങ്ങളെല്ലാം എങ്ങന്നില്ലാതെ പോകും. ആ ശ്രദ്ധയോടുകൂടി നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കണം, വാക്കുകളെ വിശകലനം ചെയ്യണം, പ്രവർത്തികളെ വിമലീകരിക്കണം. അങ്ങനെ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഭവസുഖേ ദോഷോനുസന്ധീയതാ, ഭവസുഖേ ദോഷോനുസന്ധീയതാ. ഭവസുഖത്തില് സംസാര സുഖത്തില് ദോഷത്തെ ദർശിക്കാൻ കഴിയണം. ഈ സംസാരം ദുഃഖമാണ്. ഇത് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നിടത്തോളം കാലം ഒരാൾക്കും ആത്മാവിൽ ഇച്ഛയുണ്ടാകും. ഭവസുഖം എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുണ്ട്, ഒരു പേപ്പറിന് രണ്ട് പുറമുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. ഈ സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന സംസാരത്തിൽ നമുക്ക് താല്പര്യം നിലനിൽക്കുന്നിടത്തോളം കാലം നിരതിശയമായ ആനന്ദത്തെ ശ്രദ്ധിക്കില്ല. അപ്പൊ ഈ ജീവിത സുഖം വേണ്ടെന്നാണോ മാതാജി പറയുന്നത്? അയ്യോ, ഇത് സത്യമല്ല, ഇത് ദുഃഖകരമാണ്, ഇത് ദൂഷിതമാണ്. ഇതിന്റെ ഏതൊക്കെ പരിമിതികളുണ്ട് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ഭവസുഖങ്ങളെല്ലാം, സംസാര സുഖങ്ങളെല്ലാം എന്നും അതൃപ്തിയെ തരുന്നതാണ്. എന്നെങ്കിലും തൃപ്തിയെ തരുമോ? ഏതെങ്കിലും ഈ വിഷയ സുഖം തൃപ്തിയെ തരുമോ? ഏതെങ്കിലും ഒരു സുഖം പറ, നിങ്ങൾ വിശകലനം ചെയ്തു നോക്കൂ. ഏതെങ്കിലും ഒരു സുഖം തൃപ്തിയെ തരുമോ? അത് ദുഃഖത്തെ തരും, തുടർന്ന് ദുഃഖത്തെ തരും. ഈ ദുഃഖത്തെ നൽകുന്ന ഈ സംസാര സുഖത്തിൽ ആകൃഷ്ടരായി പോകുന്നത് അവിവേകമാണ്. ഈ ഭവസുഖത്തിലുള്ള, സംസാര സുഖത്തിലുള്ള ദോഷങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് നിരന്തരം നമ്മെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ബന്ധനത്വമാണ്, അത് അതൃപ്തിയാണ്, ഒരിക്കലും ആനന്ദത്തെ നൽകുന്നതേ അല്ല. മാത്രവുമല്ല, ഇത് പരിമിതമാണ്, താൽക്കാലികമാണ്, ക്ഷണികമാണ്, ഉണ്ടായി നശിക്കുന്നതാണ്.
ആണോ അല്ലയോ? ആണോ അല്ലയോ? ഉണ്ടായി നശിക്കുന്ന താത്കാലികമായ മനസ്സിന്റെ ഒരു ഭാവന, താത്കാലികമായ സുഖം, അത് നമ്മൾ തോന്നി അനുഭവിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഇനിയും സുഖം വരും സുഖം വരും എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. എവിടുന്ന് സുഖം വരാനാ? അതിലൊരു അനിശ്ചിതത്വം. കിട്ടുമെന്നൊട്ടൊന്നും ഉറപ്പില്ല, ആ സുഖവും കിട്ടുമെന്ന് ഉറപ്പില്ല. മാത്രമല്ല, നിങ്ങൾ ഉദാഹരണമായിട്ട് ഒരു പിക്നിക്കിന് പോകുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ദ്രിയ പ്രദങ്ങളായ സുഖത്തിന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് സകല വിധത്തിലുമുള്ള ഊർജനാശമാണ് സംഭവിക്കുന്നത്. അല്ലാതെ ആനന്ദത്തിന്റെ ഒരു നിറവുള്ളിൽ ഉണ്ടാകുന്നില്ല. ഇന്ദ്രിയങ്ങളിൽ കൂടി നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുന്നതനുസരിച്ച് ക്ഷീണമാണ് ഉണ്ടാകുന്നത്. അതേസമയം ഉള്ളിലേക്ക് നോക്കിയാൽ ആനന്ദത്തിന്റെയും ആ തൃപ്തിയുടെയും അനന്തത സ്വരൂപമായി ഇരിപ്പുണ്ട്. അത് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ നിസാരങ്ങളായ ക്ഷണികങ്ങളായ സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്നത്. ഏത് വിഷയസുഖത്തിന് പിന്നാലെ പോയാലും അവിടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഈ പ്രീതിയുണ്ട്, വെറുപ്പുമുണ്ട്, രാഗവും ദ്വേഷവും ഉണ്ട്, അസൂയുണ്ട്, മത്സരമുണ്ട്. ഇതേതെങ്കിലും നമുക്ക് സുഖത്തെ നൽകുമോ? ഇതേതെങ്കിലും നമുക്ക് സ്വസ്ഥതയെ നൽകുമോ? മാത്രവുമല്ല, ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച്, കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതനുസരിച്ച് നമുക്ക് അതിൽ കൂടുതൽ താല്പര്യം വരും. അത് ചെയ്തേ മതിയാകൂ എന്ന് തോന്നും. അതിനനുസരിച്ച് നമുക്ക് അതിൽ വാസന ഉണ്ടാകും. ഈ വാസന ഒഴിവാക്കാൻ പിന്നെ എന്തുമാത്രം ബുദ്ധി ഉണ്ടാകണം? അത് ചെയ്തേ മതിയാകൂ, അത് കൊള്ളാം കൊള്ളാം എന്ന് തോന്നി തുടങ്ങും. യഥാർത്ഥത്തിൽ അതിൽ നിന്ന് സുഖം വരുന്നില്ല എന്ന് ഇന്നേ വരെ പഠിച്ചിട്ടില്ല. ഒരു വ്യക്തിയിൽ നിന്നും ഒരു വസ്തുവിൽ നിന്നും സുഖം നമ്മിലേക്ക് വരുന്നില്ല. ഒരു ശാസ്ത്രവും തെളിയിച്ചിട്ടില്ല. നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ മനസ്സ് അതിന്റെ അധിഷ്ഠാന സത്തയെ ഒന്ന് പ്രാപിക്കുമ്പോഴുണ്ടാകുന്ന ക്ഷണികമായ ആന്തരിക നിലയാണ് സുഖം എന്ന് വിചാരിക്കുന്നത്. അത് തിരിച്ചറിയുന്നില്ല. എന്നിട്ട് തെറ്റായി ധരിക്കുന്നു വസ്തുവിൽ നിന്ന് നമ്മിലേക്ക് സുഖം വരുന്നു എന്ന്. വസ്തുവിൽ നിന്നും വരുന്നില്ല, വ്യക്തിയിൽ നിന്നും വരുന്നില്ല. നമ്മളുടെ മനസ്സ് അത് നമുക്ക് അനുകൂലമെന്ന് ചിന്തിക്കുമ്പോൾ നാം അതിനെ സുഖം എന്ന് പറയുന്നു. നമ്മളുടെ മനസ്സ് പ്രതികൂലമെന്ന് ചിന്തിക്കുമ്പോൾ നാം അതിനെ ദുഃഖം എന്ന് പറയുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏതെങ്കിലും ഒരു ദുഃഖം വരുന്നത് പുറമേയുള്ള വസ്തുവിൽ നിന്നല്ലാതെ ദുഃഖം വരുമോ? വ്യക്തിയിൽ നിന്നല്ലാതെ ദുഃഖം വരുമോ? അതിനെ കേന്ദ്രീകരിച്ച് മനസ്സ് ചേർത്ത് വെച്ചിരിക്കുന്ന ആശയമാണ്, അവിടെ നിന്നല്ല വരുന്നത്. നമ്മളുടെ മനസ്സ് ചേർത്ത് വെക്കുന്ന ആശയങ്ങൾക്ക് അനുസരിച്ചാണ് നമുക്ക് സുഖമെന്നും ദുഃഖമെന്നുമുള്ള ഭാവന ഉണ്ടാകുന്നത്. ഇതൊക്കെ ഏകാന്തത്തിലിരുന്ന് വിചിന്തനം ചെയ്ത് താൻ സ്വയം തന്നെ പഠിപ്പിക്കണം. പഠിപ്പിച്ചാലേ മതിയാകൂ. ഇങ്ങനെ പോയാൽ നമ്മൾ ഭവസുഖം ഏതും വേണമെന്ന് വിചാരിച്ചു നമ്മൾ മനസ്സിന് അടിമയായിക്കൊണ്ടിരിക്കും. മനസ്സ് അത് കൊള്ളാം, ഇത് കൊള്ളാം, അവരെങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അത് വേണം, ഇത് വേണം, ഇങ്ങനെ വിഷയ കാമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാം മനസ്സിന് അടിമയായി പോയി. അപ്പൊ വിഷയ സുഖത്തിന്റെ ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് ഭവസുഖേ ദോഷോനുസന്ധീയത. അടുത്ത ദോഷം എന്ന് പറയുന്നത് അതില് നമ്മൾ മനസ്സിന് അടിമയായി തീരുമെന്നുള്ളത്. മനസ്സിന് ഉടമയായി തീരൂ, നമ്മൾ ഭവസുഖത്തില് ബന്ധനസ്ഥരാകില്ല. നമ്മൾ ശ്രദ്ധയും വിവേകവും ഉള്ളവരായിരിക്കും. കാരണം ഇത് ഒരിക്കലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. മതി എന്നൊരിക്കലും ഇത് പഠിപ്പിക്കില്ല. കൊടുക്കും തോറും അത് അതായത് ജാതുക്കാമകാമാന ഉപഭോഗേന ശാമ്യതി കവിഷ കൃഷ്ണവത്നേവ പൂയ ഏവ അഭിവർദ്ധത എന്ന് പറയും. എരിയുന്ന അഗ്നിയിൽ നെയ്യൊഴിച്ചു കൊടുത്താൽ അത് വീണ്ടും ആളി കത്തുന്നത് പോലെ ഒരാഗ്രഹം അടങ്ങുമ്പോൾ അടുത്ത ആഗ്രഹം. എന്ത് നമുക്ക് സ്വസ്ഥത തരും? ഏതെങ്കിലും നമുക്ക് സ്വസ്ഥത തരുമോ? സ്വസ്ഥത എന്ന് പറയുന്നത് സ്വസ്ഥിതിയാണ്. സ്വസ്ഥിതിയാണ്. ഉള്ളിലെ സമാധാനം എന്ന് പറയുന്നത് നമ്മളുടെ ആ ആനന്ദ സ്വരൂപമാണ്. അതുകൊണ്ട് ഏഹി സംസ്പർശജാഭോഗ ദുഃഖയോനയേവതേ, ഏതൊക്കെയാണോ ഇന്ദ്രിയ വിഷയ സംയോഗം കൊണ്ടുണ്ടാകുന്ന സുഖ അനുഭവങ്ങൾ അതൊക്കെ ദുഃഖഹേതുക്കൾ തന്നെയാണ് അർജുന. ഏഹി സംസ്പർശജാഭോഗ
ദുഃഖയോനയേവത്തെ ആദ്യന്തവന്ത കൗന്ദയ, ഇതിന് ആദ്യം അന്തവും ഉള്ളതാണ്, അത് ദുഃഖം തരുന്നതാണ്. തേഷു രമതേ ബുധ, ബുധ വിവേകികള്, ബുധന്മാര്, മനീഷികള് അതില് രമിക്കില്ല. ക്ഷണികം, നശ്വരം, പരിമിതം, ബന്ധനഹേതു, വാസനാബദ്ധം, മനസ്സിനെ അടിമയാക്കുന്നത്, ഒരിക്കലും മതി എന്ന് പറയത്തില്ല. അതുകൊണ്ട് അനല എന്ന് പറയുന്നത്. അലം ന അല, അനലം, അലം ന അല. അലം എന്ന് പറഞ്ഞാൽ മതി, മതി എന്ന ഭാവം ഇല്ല, വീണ്ടും വേണം. അതുകൊണ്ട് പൂർണ്ണാനുഭൂതിയിൽ നമ്മുടെ ഗുരുനാഥൻ പറയുന്നു, അലമലം അഴലിത്, അലമലം അഴലിത്, ചലനില നിഴലിത്, പല നില പടമതിലധ്യസ്ഥം, അലമലം അഴലിത്, മതി മതി ഈ ദുഃഖം, അലമലം അഴലിത്, ചലനില നിഴലിത്. ഇത് നിഴലാണ്, കാരണം ഇത് മായയാണ് കുഞ്ഞേ, ഇത് പ്രതിബിംബിതമാണ്. ജീവഭാവം എന്ന് പറയുന്നത് പരമാത്മാവിന്റെ ബുദ്ധിയിൽ ഭാസിച്ചതാണ്, ബുദ്ധിയിൽ പ്രതിബിംബിച്ചതാണ് പരമാത്മാവ്. പ്രതിബിംബിത ചൈതന്യമായിരിക്കുന്ന ജീവന്റെ ഭാവഭാവങ്ങൾ അസത്യമാണ്. വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സുഖം വരുന്നു എന്നുള്ള തെറ്റായ ചിന്ത ഒഴിവാക്കുന്നതിന് ഇത് മായയാണ് എന്ന് തിരിച്ചറിയണം. മാത്രവുമല്ല, ഭവ സുഖേ ദോഷോനുസന്ധീയത എന്ന് പറഞ്ഞ നമുക്ക് ലൗകിക ജ്ഞാനം ഇനി എന്തും ഉണ്ടായിരിക്കട്ടെ, ഭൗതിക ജ്ഞാനം നല്ല ഗംഭീരമായ IT നോളജ് ഉണ്ട്, AI ഇൻഫർമേഷൻ ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ഭൗതിക ജ്ഞാനം, സർവ ഗോളങ്ങളെ കുറിച്ചും സൗരയൂഥങ്ങളെ കുറിച്ചും എന്ന് വേണ്ട എല്ലാ ജ്ഞാനവും ഉണ്ട്. വേദജ്ഞാനവും ഉണ്ടെന്ന് വെച്ചോ, വ്യാകരണമൊക്കെ നല്ല ഗംഭീരമായിട്ട് അറിയാം. നഹി നഹി രക്ഷതി ഡുഗൃഞ്ഞകരണേ അല്ലേ? ഇതെന്ത് പറഞ്ഞുകൊണ്ടിരുന്നാല് സ്വസ്ഥത കിട്ടുവോ, സമാധാനം കിട്ടുവോ, ആനന്ദം ലഭിക്കുമോ? ഏത് ലൗകിക ജ്ഞാനം ഉണ്ടായാലും ആനന്ദം ലഭിക്കില്ല. ആത്മധ്യാന നിരതമായി ജീവിക്കണം. ആത്മാവാണ് ആനന്ദത്തിന്റെ സ്വരൂപം. അതുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കും മുമ്പ്, പ്രാക് ശരീര വിമോക്ഷണാത്, ഈ ശരീരം പോകുന്നതിന് മുമ്പ് കാമക്രോധോദ്ഭവം വേഗം സോഢും ശക്നോതി സയുക്തഃ. ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സോഢും ശക്നോതി യ ഇഹ ഏവ സയുക്തഃ. ആരാണോ കാമത്തെയും ക്രോധത്തെയും ആ വേഗങ്ങളെ ഉപേക്ഷിക്കുന്നത് അവനാണ് യുക്തൻ, വിവേകി, ജ്ഞാനി. അല്ലെങ്കിൽ ജീവിതം ഈ ലൗകിക ജ്ഞാനം കൊണ്ടോ, അല്ല ലൗകിക സമ്പത്തുണ്ടെന്ന് വിചാരിക്കട്ടെ, എത്ര അധികം സമ്പത്തുണ്ടെങ്കിലും സമാധാനം കിട്ടുമോ? ഈ സമ്പത്ത് വല്ലതും കൊണ്ടുപോകാൻ പറ്റുമോ? ഈ സമ്പത്ത് കൊണ്ട് തൃപ്തിയെ കിട്ടുമോ? ഏതെങ്കിലും തരത്തില് ലൗകിക സമ്പത്ത്, ഇനി ലൗകിക സമ്പത്ത് മാത്രമല്ല ലൗകിക ബന്ധം, ഇതൊക്കെ ഗംഭീരമായിട്ട് ആ മോഹമുദ്ഗരത്തില് ആദ്യത്തെ 6-7 ശ്ലോകങ്ങളിലായിട്ട് ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. യാവത് വിത്തോവാർജന സക്ത താവത് നിജ പരിവാരോരക്ത. പരിവാരങ്ങള് എത്ര കാലം സമ്പത്തുണ്ടോ അത്ര കാലം പരിവാരങ്ങൾ ഉണ്ടായിരിക്കും, പിന്നെ ആരും കാണത്തില്ല. മാത്രമല്ല ഈ ജീവിതം നളിനീദളഗത ജലം അതിതരളം തദ്വത് ജീവിതം അതിശയ ചപല. എപ്പ ഇവിടുന്ന് വിട്ടു പോകുമെന്നും അറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഈ ഭവസുഖത്തിൽ ദോഷം ദർശിച്ചിട്ടുണ്ടോ? ഇല്ല. ഭവസുഖത്തിൽ ദോഷം ദർശിച്ചിട്ടില്ല എങ്കില് വളരെ കഷ്ടമാണ്. ദോഷം ദർശിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും, ആത്മേച്ഛ വ്യവസീയത, ആത്മാവിൽ ഇച്ഛയുണ്ടാകും. ആത്മാവ് ആനന്ദമാണ്. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുഃഖം വേണോ? ഈ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ദുഃഖം ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാവർക്കും വേണ്ടത് എന്താണ്? എല്ലാവർക്കും വേണ്ടത് ആനന്ദമാണ്. ആനന്ദമാണെങ്കിൽ ഈ ദോഷം പ്രദാനം ചെയ്യുന്ന
സംസാരത്തിലേക്ക് ശ്രദ്ധ നിർത്തുന്നത് എന്തിനാണ്? കുഞ്ഞേ, നീ ശ്രദ്ധിക്കൂ. സന്തോഷമായിരിക്കുവാൻ, ആനന്ദമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കില് ആനന്ദമേവധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. സച്ചിദാനന്ദമാണ് നിന്റെ സ്വരൂപം. നിന്റെ സ്വരൂപം, നിന്റെ ആത്മാവ്, നീ അതാണ്. നീ ഇതുവരെ ദൃശ്യങ്ങളില് ബദ്ധനായി കഴിഞ്ഞു, ദൃക്കിനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ദൃശ്യ വിഷയങ്ങളൊന്ന് വിട്. ഈ ദൃശ്യങ്ങളൊക്കെ അസത്താണ്. ഈ ദൃശ്യങ്ങളൊക്കെ കേവലം മായാജന്യമാണ്, ഭ്രമമാണ്, വെറുതെ തോന്നുന്നതാണ്, മരീചികയുടെ അലയും നുരയുമാണ്. ആത്മാവിലേക്ക് ശ്രദ്ധിക്കൂ. ആത്മേച്ഛ വ്യവസീയത. ആത്മാവിൽ ഇച്ഛയെ, താല്പര്യത്തെ വളർത്തിയെടുക്കൂ. ആത്മേച്ഛ വ്യവസീയതാം. ആത്മാവിൽ താല്പര്യത്തെ വളർത്തിയെടുക്കൂ. ഇത് ഇത്രയും ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് സാധ്യമാക്കി എടുക്കണം. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഇത്രയും സാധ്യമാക്കി എടുക്കണം. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വേദോ നിത്യം അധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. ഒന്നാമത്തേത് വേദോ നിത്യം അധീയതാം. നിത്യവും വേദ അഭ്യസിക്കുക, അധ്യയനം ചെയ്യുക. തതുദിതം കർമ്മ സ്വനുഷ്ഠീയതാം. അതിൽ പറയുന്നതനുസരിച്ച് കർമ്മങ്ങള്, പഞ്ചമഹായജ്ഞങ്ങള്, നിത്യനൈമിത്തിക കർമ്മങ്ങള് നന്നായിട്ട് അനുഷ്ഠിക്കുക. തേന ഈശസ്യ വിധീയതാം. എങ്ങനെ? അപചിതിഹി. പൂജയായിട്ട്, ഈശ്വരന്റെ പൂജയായിട്ട് സകല കർമ്മങ്ങളെയും അനുഷ്ഠിക്കുക. കാമ്യേ അതിത്യജ്യതാം. ബുദ്ധിയെ കാമ്യകർമ്മങ്ങളിൽ നിന്നും പിൻവലിക്കുക. പിൻവലിച്ചതിന് ശേഷം പാപൗഘ പരിധൂയതാം. പാപത്തെ പൂർണ്ണമായി ഒഴിവാക്കത്തക്ക തരത്തില് ചിത്തത്തെ വിശുദ്ധമാക്കുക. പാപൗഘ പരിധൂയതാം. ഭവസുഖേ ദോഷോനുസന്ധീയതാം. ആറാമത്തേത്, ഈ സംസാര സുഖത്തിൽ ദോഷം ദർശിക്കണം. എന്നിട്ടോ ആത്മേച്ഛ വിവസീയതാം. ഹൂ ആർ യു? ഹൂ ആം ഐ? ഞാൻ ആരാണ്? ആത്മാവാണ്. ആത്മാവാണ് സത്യം. ഇതുവരെ ദൃശ്യത്തെ കണ്ട് ഞാൻ ഭ്രമിച്ച് രസിച്ച് മതിച്ച് ജീവിതം വ്യർത്ഥമായി പോയി എന്ന് വിവേകം ഉണ്ടാകുമ്പോൾ, ഒരാള് ആ ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് സ്വായത്തമാക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വാനപ്രസ്ഥാശ്രമം. അപ്പൊ നമ്മൾ ബ്രഹ്മചാരി ആശ്രമത്തിലിരുന്ന് വേദോ നിത്യമധീയതാൻ പറഞ്ഞ് പിന്നെ അടുത്ത 6 കൂടെ പറഞ്ഞപ്പോ 7 സാധനകൾ. എന്നിട്ട് നിജഗൃഹാ തൂർണം വിനിർഗമ്യതാം. എന്നിട്ട് നിജഗൃഹാ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാല് തൂർണം എന്ന് പറഞ്ഞ പെട്ടെന്ന്, തൂർണം വിനിർഗമ്യതാം. ഏത്? ഇപ്പോഴുള്ള ഗൃഹത്തെ ഉപേക്ഷിച്ച് പോയേക്കണം. അത് കേൾക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമികൾ വിചാരിക്കും, ഇനിയിപ്പോ എവിടോട്ട് ഉപേക്ഷിച്ചാ പോകുന്നത്, എങ്ങനെയാ പോകുന്നത്? എവിടെ? പണ്ട് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വാനപ്രസ്ഥത്തിന് അർത്ഥം ഉണ്ടായിരുന്നു, വനങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ഇന്ന് മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ വനമില്ല. അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് വനത്തിലേക്ക് പോകണ്ട. വനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആന്തരികമായ വിഷയവനമുണ്ട്. ആ വിഷയ വനത്തെ മാറ്റിയിട്ട് നമ്മൾ നല്ല ഒരു ഏകാന്ത ധ്യാനത്തെ നമ്മൾ തന്നെ സാധ്യമാക്കിയെടുക്കണം. ഇത് ഇത്രയും സുസാധ്യമാക്കി കഴിഞ്ഞാൽ ഈ സാധന ചെയ്ത് ഓരോ പടവുകളാണ്. ഞാൻ ഓരോ ക്ലാസ് കൊണ്ട്, ഓരോ ശ്ലോകത്തെ എടുത്ത് 5 ക്ലാസ് കൊണ്ട് സാധന പഞ്ചകം എടുക്കാമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു സാധനയും കൂടി പറയുന്നത്. അതായത് നമ്മളുടെ ഇത്രയും സാധന പൂർണ്ണമായി കഴിഞ്ഞാല്, സംസാര സുഖത്തില് ദോഷം ദർശിച്ചു കഴിഞ്ഞാല്, ആത്മാവില് താല്പര്യം ജനിച്ചു കഴിഞ്ഞാല്, ഇത്രയും കാലം കൊണ്ടൊരു 50 വയസ്സ് കഴിഞ്ഞ അടുത്ത 25 വർഷം, അങ്ങനെ 50 വയസ്സ് കഴിഞ്ഞാല് പിന്നെ പുത്രന് അല്ലെങ്കിൽ പുത്രിക്ക് ഒരു പുത്രൻ ജനിച്ചാൽ ആ മുഖം കണ്ടാൽ പിന്നെ വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ നമുക്ക് ഈ സംസാര വിഷയങ്ങളിൽ താല്പര്യം വേണ്ട, ലൗകിക വ്യവഹാരങ്ങളിൽ താല്പര്യം വേണ്ട, ആത്മാവിൽ തന്നെ ശ്രദ്ധിച്ച് ധ്യാനിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയാൽ മതി. അപ്പൊ അത് നമ്മൾ പൊടുന്നനെ അങ്ങനെ മാറ്റിയെടുക്കുക. പക്വമാകാതെ പറ്റില്ല. എങ്ങനെയാ പക്വമാകുന്നതെന്ന് വെച്ചാൽ ഒരു വൃക്ഷം തന്നെയാണ് ഫലത്തിന്
ഉണ്ടാകുന്നതിന്, അതിന് നിലനിൽക്കുന്നതിന്, അതിന് വളരുന്നതിന് ഒക്കെ സഹായിക്കുന്നു. പക്ഷെ പക്വമായി കഴിഞ്ഞ ആ ഫലം വൃക്ഷത്തിൽ ഇരിക്കില്ല, സ്വയമേവ കൊഴിഞ്ഞു വീഴും. അതുപോലെ ആയിരിക്കണം നിജഗൃഹ തൂർണം വിനിർഗമ്യത എന്ന് പറഞ്ഞു. അതായത് പിന്നെ ഗൃഹം വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇനി ഞാൻ വരുന്നില്ല നാളെ തൊട്ട്, നിന്റെ ഫംഗ്ഷൻ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല, ഞാനിപ്പോ വാനപ്രസ്ഥത്തില എന്നൊന്നും പറയാനല്ല പറഞ്ഞത്. നമ്മൾ സ്വയമേവ സഹജമായി ആ ആന്തരിക നിലയെ പ്രാപിച്ച് കൊഴിഞ്ഞു വീഴുന്ന ഫലത്തെ പോലെ പക്വ ഫലമായി തീരണം. ആന്തരിക നില അതിനനുസരിച്ച് നമുക്ക് ആക്കിയെടുക്കണം. അതാണ് നിജഗൃഹാ തൂർണം വിനിർഗമ്യത. അത് വിവേകപരമായി ജീവിക്കണം. നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ഈ ഓരോ ജീവിത അനുഭവങ്ങളെയും വിശകലനം ചെയ്തിട്ടാണോ? ആ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ടോ? വേദോക്തങ്ങളായ സത്സംഗം നടത്തിയിട്ടുണ്ടോ? സത്സംഗത്തിൽ നിന്ന് നിസംഗത്വം വന്നിട്ടുണ്ടോ? നിർമോഹത്വം വന്നിട്ടുണ്ടോ? നിശ്ചലതത്വത്തിലേക്ക് ശ്രദ്ധ നിർത്തിയിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വിവേകത്താൽ വൈരാഗ്യം ഉണ്ടായി നമുക്ക് ഭവസുഖത്തിൽ ദോഷം ദർശിച്ച് ആത്മേച്ഛ വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കിത് സാധ്യമാകും. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാമപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം. ഇത്രയും നേരം സംവദിച്ചു കൊണ്ടിരുന്ന ഈ വാക്കുകൾ അദൃശ്യ സത്യസ്വരൂപനായിരിക്കുന്ന ശ്രീശങ്കര ഭഗവത്പാദരുടെ, അനുപമ ദയാവാരിധിയായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന എന്റെ ഗുരുനാഥൻ ശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ തൃച്ചേവടികളിൽ പൂജാ മലരുകളായി അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തില് ആത്മജ്ഞാന ദീപ പ്രോജ്വലനത്തിന് സഹായകമായി ഭവിക്കട്ടെ എന്ന് ഋഷീശ്വരന്മാരുടെ പാതാരവിന്ദങ്ങളെ പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യധന്യമാക്കി തീർക്കുന്നതിന് ഈ പ്രകരണ ഗ്രന്ഥം ശ്രീശങ്കര ഭഗവത്പാദരുടെ അനുഗ്രഹ കടാക്ഷത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സാധനകളെ നിരന്തരം മനനം ചെയ്ത് ഈ 8 സോപാനങ്ങൾ കയറുന്നതിനനുസരിച്ച് നമുക്ക് സാധന ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ് വരെ ഈ 8 സാധനയും ഓരോ ദിവസവും അനുഷ്ഠിക്കുന്നതിന് ശ്രദ്ധയുള്ളവരായി തീരട്ടെ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം മാതാജി. മാതാജിയുടെ വാക്കുകൾക്ക് ഇവിടെ ഇന്ന് പങ്കെടുക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും മാതാജിയുടെ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം 2 മിനിറ്റ് മുന്നോട്ട് വരിക. ആരുമില്ലേ? ജയേട്ടൻ? സജനാജി
സുരേഷ് ജി എന്തോ പറയാൻ വരുന്നു എന്ന് തോന്നുന്നുണ്ട്, പറഞ്ഞോളൂ. അദ്ദേഹം യാത്രയിലാണെന്ന് തോന്നുന്നു. സുരേഷ് ജി, നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്, അത് കാരണമാണ് ഞാൻ ചോദിച്ചത്. സജനാജി പറഞ്ഞോളൂ. പറയാനില്ല. ക്ലാസ് ശ്രദ്ധാപൂർവം ഇരുന്ന് കേൾക്കായിരുന്നു. ഒരുപാട് നന്ദി അമ്മയ്ക്ക് ഇത്ര നല്ല ക്ലാസ് തന്നതിന്. ജയശങ്കര. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു അവസരമാണ് ഇപ്പം. അതല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. ആരുമില്ലെന്ന് തോന്നുന്നു മാതാജി. എന്നാൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും ജഗദീശ്വരന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോക സമസ്ത സുഖനോ ഭവന്തു. ജയശങ്കര. നമസ്തേ ജി മാതാജി. ജയശങ്കര. നമസ്തേ. ജയശങ്കര. ജയശങ്കര.